ഇന്ത്യ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിവർ എൻഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇന്ത്യയിൽ തന്നെ മെയിനായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ ഒരു സ്കൂട്ടർ നമ്മൾ എടുക്കുന്നുണ്ട്. റെഡ് കളറാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡബിൾ ഹെഡ് ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് താഴെയുള്ള വണ്ടി നമ്മൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അടുത്തത് യെല്ലോ കളർ. അടുത്തൊരു ഗ്രേ കളർ. 3 മോഡ് വരുന്നുണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ. ഇതും ഇതിൻ്റെ ബേസ് ഫ്രണ്ട് എല്ലാം ബ്ലാക്കാണ്. പിന്നെ ഗ്രേ കളർ. ഇതൊരു ബ്ലൂ, സ്കൈ ബ്ലൂ പോലത്തെ. ഇതാണ് അതിൻ്റെ കളറുകൾ. ഇത് വൈറ്റ്, ബ്ലൂ, റെഡ്, യെല്ലോ. വൈസർ അതിൻ്റെ അകത്ത് ബ്ലാക്കും വരുന്നുണ്ട്. സീറ്റ് കവറ്, ഹെൽമെറ്റ്, പിന്നെ ഇത് പമ്പ് വരുന്നുണ്ട്, എയർ പമ്പ്. വെൽക്കം ടു ദി വേൾഡ് ഓഫ് റിവർ. വിത്തിൻ ദ ചാൻസ് ഡിസ്കവർ എംബ്രേസ് ദ ജേർണി. നമ്മളിത് വന്നേക്കുന്നത് കോട്ടയത്ത് നമ്മുടെ റിവർ ഇന്ത്യ എന്ന് പറഞ്ഞ ഷോറൂമിൽ കോട്ടയത്താണ് വന്നത്. ഇതാണ് വൈറ്റ് കളർ. വൈറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ബ്ലൂവും റെഡുമാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റെഡാണ്. ഇതാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത റെഡ് ഇന്ത്യ. ഞങ്ങൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ഇൻട്രോ ഒന്നും പറയുന്നില്ല ഗൈസ്, കാരണം നമ്മളിത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഗൈസ് കാണുന്നത്. നമ്മളന്ന് റിവറിൻ്റെ ഷോറൂമിൽ പോയത് ഓർക്കുന്നുണ്ടോ ഗൈസ്? അപ്പം അത് തന്നെയാണ് ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു റെഡായിരുന്നു. ഇത് ഗൈസ് റെഡ് കളറിലെ റിവർ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഗൈസ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. എടുത്തപ്പോൾ തന്നെ നമുക്ക് നമ്പറും കിട്ടി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്കായത് 1,78,000 രൂപയാണ് ഗൈസ്. പിന്നെ ഇനിയും ഇച്ചിരൂടെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ആക്സസറീസും മേടിച്ചു തരും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ആക്സസറീസിൻ്റെ അകത്ത് പെടുന്നതാണ്. ഞാൻ ആക്സസറീസ് പറഞ്ഞു തരുവാണ്. ഇത് ടിൻറ്റഡ് വൈസർ, പിന്നെ നമ്മുടെ ഗ്രിപ്പ് പിടിക്കാനുള്ള ആക്സിലേറ്ററിൻ്റെ അകത്ത് ഗ്രിപ്പ്, പിന്നെ ഇവിടെ ഗ്രാബ് റെയിൽ കണ്ടോ, പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് യു എസ് ബി ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് ഗ്ലൗ ബോക്സ് ആണേ. ഇതേ ഗൈസ്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെ USB-യുടെ സംഭവമുണ്ട്. അപ്പം നിങ്ങൾ ഈ ചോക്ക് പോലിരിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. നമുക്ക് ഒന്ന് വലിച്ചു നോക്കാവേ. വലിച്ചു നോക്കുമ്പോൾ ഇവിടെ ഒരു സാധനം പൊങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. കണ്ടോ, ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇതിങ്ങനെ വലിച്ചൂരിയാൽ മതി. കണ്ടോ, ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ സ്ഥലം. പിന്നെ ഞാൻ ഞാൻ അടയ്ക്കുവാണ് ഗൈസ്. ഗ്ലൗ ബോക്സ് അടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ സ്പേസ് നോക്കാം. പിന്നെ അപ്പോഴത്തേക്ക് ഇത് കണ്ടോ നിങ്ങൾ, ഫോൺ വെക്കാനുള്ള നമുക്ക് അവരോട് തന്നെ നമുക്ക് മേടിക്കാം ആക്സസറീസിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഗൈസ് ഇത് കണ്ടോ, നമുക്ക് ഇടുക്കിയൊന്ന് തുറക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സാധാ സ്കൂട്ടേഴ്സിനെ പോലെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു ഹെൽമെറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. റിവറിന്ന് എഴുതിയേക്കുന്ന ഒരു ഹെൽമെറ്റ് കിട്ടുന്നുണ്ട് കൂടെ. പിന്നെ അത് ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട് ഗൈസ്. ഒരു സ്കൂട്ടർ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. സ്കൂട്ടർ പോലല്ല, ഒരു ബൈക്ക് പോലെയാണെന്ന് തന്നെ പറയാം. നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സാധാ സ്കൂട്ടറല്ല ഇത്. സാധാ സ്കൂട്ടറിനെക്കാട്ടിലും ഇതാണ്. പിന്നെ അതെ, നമുക്ക് സാധാ സ്കൂട്ടറല്ല, അത് ഇവിടെ ഒരു കാല് വെക്കാനായിട്ടൊരു ഇത് വരുന്നുണ്ട്, ഇൻബിൽഡ് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്.
പിന്നെ ഇവിടെ ഇൻബിൽഡ് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇലക്ട്രിക് സ്കൂട്ടറിന് ഇല്ലാത്തൊരു കാര്യം എന്തേ സെൻട്രൽ സ്റ്റാൻഡ് ഇതിന് വരുന്നുണ്ട് ഗൈസ്. സെൻട്രൽ സ്റ്റാൻഡും വരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഒന്ന് ഓണാക്കി നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് അടയ്ക്കട്ടെ. ഇത് ഒന്നുമില്ല ഗൈസ്, ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് ഓണാക്കാം. ഞാൻ മുറ്റത്തൊന്ന് ഓടിച്ച് കാണിക്കാവേ ഗൈസ്. നമ്മുടെ മുറ്റത്താണ്, അതുകൊണ്ടാണ് ഇത് ഓണായി കഴിയുമ്പം ഇങ്ങനെ ബിൽ ടു ഹസിൽ എന്ന് പറഞ്ഞത് വരും. ഇപ്പോൾ നമ്മുടെ ഈക്കോ മോഡിലാണ്. 100% ചാർജ് ഉണ്ട്. 111 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. നമ്മളിത് ഇങ്ങനെ വണ്ടി സാധാരണ എടുക്കുന്ന പോലെ എടുക്കുന്നു. സ്റ്റാൻഡ് ആദ്യം എടുക്കണം. സ്റ്റാൻഡ് എടുത്തില്ല വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. ഇല്ല, സ്റ്റാൻഡ് എടുത്തില്ല. ഓക്കെ, സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബ്രേക്ക്, ഞാൻ ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഈ റെഡ് സ്വിച്ച് ഉണ്ടല്ലോ താഴോട്ടാക്കുക. വണ്ടി ഓണായി. വണ്ടി ഓണാകുമ്പം ഹെഡ്ലൈറ്റ് കത്തും. പിന്നെ ഇത് ഈക്കോ മോഡ് ആയതുകൊണ്ട് കണ്ടോ ഇങ്ങനെ പൊക്കോളും. വണ്ടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടമാണ്. കണ്ടോ, ചാട്ടമാണ് കേസ്, നമ്മുടെ സാധാ സ്കൂട്ടറിനെ പോലെയല്ല. അപ്പോൾ ഇതിങ്ങനെ ഇതിന് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് എഴുതി കാണിച്ചിട്ടുണ്ട്, ഹിൽ ഹോൾഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് പുറകോട്ട് പോകത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തെള്ളാൻ പറ്റുന്നില്ല പുറകോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റിവേഴ്സ് ഇടാം. ദൈവം ക്യാമറമാൻ ദൈവം കണ്ടോ, നമ്മുടെ പാർക്ക് പി എന്ന് എഴുതിയേക്കുന്ന സാധനം നമ്മളിന്ന് ഞെക്കിപ്പിടിക്കുക. അപ്പോൾ അവിടെ ശബ്ദം കേട്ട് റിവേഴ്സ് ആറെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും തന്നെ പോകുന്നല്ല, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം. കണ്ടോ, കണ്ടോ ഗൈസ്, നമ്മൾ നോക്കി പോണേ. എന്നിട്ട് അവത്തെ തന്നെ ആ പിയെ തന്നെ ഞെക്കിപ്പിടിക്കുക. അപ്പം നമ്മുടെ സാധാ മോഡ് ഈക്കോ മോഡാകും ഗൈസ്. സിമ്പിളൊക്കെയാണ്, പക്ഷേ നമ്മൾ ഈ സ്കൂട്ടറാണിത് പറയത്തില്ല. ഇത് കണ്ടോ, നമുക്ക് ഇത്രയും ഹൈറ്റിലും വേണം അറ്റ്ലീസ്റ്റ്. ഇത് കണ്ടോ, ഭയങ്കര വീതിയാണ് ഈ സാധനത്തിന്. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 മോഡ് വരുന്നുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ അകത്ത് ഈക്കോ, പിന്നെ ഈ ഈക്കോ എന്ന് പറയുന്ന മോഡ്, പിന്നെ നമുക്ക് ഫുൾ ചാർജ് ഞാൻ കാണിച്ചല്ലോ. ഇങ്ങനെ മാറ്റുമ്പോൾ റൈഡായി. കണ്ടോ, റൈഡെന്ന് പറയുമ്പം 89 കിലോമീറ്റർ പോകും. പിന്നുള്ളത് ഏറ്റവും പവറുള്ളത് റഷ്. ഏറ്റവും പവറുള്ള സാധനമാണ്. നമുക്കിപ്പം കയറാത്ത കയറ്റം വരെ കയറും റഷിൽ. അപ്പം നമുക്കിപ്പോൾ ഈക്കോ മതി ഗൈസ്. ഇവിടത്തേക്ക് എക്കോയിൽ 111 കിലോമീറ്റർ പോകും. റഷിൽ 70 കിലോമീറ്ററേ പോകത്തുള്ളൂ. ഭയങ്കര സ്പീഡാണ്. അപ്പം കയറ്റമൊക്കെ എക്കോ ഇപ്പം നല്ല കയറ്റമാണെങ്കിൽ എക്കോയിൽ കയറാൻ പറ്റത്തില്ല. അത് പതുക്കെ എഴിഞ്ഞേ പോകത്തുള്ളൂ. ഒന്നിലത് 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ മോഡിൽ ഇടണം. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന പോലെ പാസ് അതുപോലത്തെ സംഭവം വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് പാസ്, പിന്നെ അങ്ങനെ ബ്രൈറ്റ്, ഇതിൽ പിന്നെ ഇൻഡിക്കേറ്റർ ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് വന്നു. നമ്മൾ ഷോറൂമിൽ വെച്ച് നമ്മളൊരു ഔട്ട്രോ പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് വേറെ വീഡിയോ കാണത്തില്ലെന്ന്. ഇപ്പോഴാണ് നമ്മുടെ വണ്ടി വന്നപ്പോൾ എനിക്ക് വിചാരിച്ച് ഈ വീഡിയോ ഇടാവുന്നു. അപ്പം ആ ഔട്ട്രോ നിങ്ങൾ കൂട്ടുണ്ടാകട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ എയ്ഡൻ ആൻഡ് ആൻഡ്രിയ തോമസ് സൈനിങ് ഔട്ട്.